എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഒരു 2 മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ടത്, അതുപോലെ തന്നെ ഒരു 3 തക്കാളിക്ക വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുക്കണം. സവോളയും തക്കാളിക്കും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് സവോളയും തക്കാളിക്കയും കൂടെ ഒന്നിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മുട്ട നന്നായിട്ട് ഉടച്ചു കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെയാവും. ഈ മുട്ടയൊന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആവുന്നിടം വരെ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ മുട്ടത്തോരനൊരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇതിന് മേലെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം.